നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ വീണ്ടും നടപടിയെടുത്ത് ഇ.ഡി. ഇക്കുറി 67.03 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ.ഡി. കണ്ടുകെട്ടിയിരുന്നത്. മുമ്പും ഇ.ഡി. സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. പക്ഷേ അവർ കോടതിയിൽ പോയി അതിന് ചില താൽക്കാലികമായ പരിഹാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇക്കുറി അങ്ങനെയല്ല, വളരെ കർശനമായ നിയമ നടപടിയാണ് ഇ.ഡി. സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഈ മലപ്പുറത്തെ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ, അതുപോലെ ആലപ്പുഴ സോഷ്യൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, പത്തനംതിട്ടയിലെ പന്തളം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, വയനാട്ടിലെ ഇസ്ലാമിക് സെൻറ്റർ ട്രസ്റ്റ്, മലപ്പുറത്തെ ഹരിതം ഫൗണ്ടേഷൻ പൂവഞ്ചിനയിലുള്ള, അതുപോലെ ആലുവയിലെ പെരിയാർ വാലി ട്രസ്റ്റ്, പാലക്കാട് പട്ടാമ്പിയിലെ വള്ളുവനാട് ട്രസ്റ്റ്, തിരുവനന്തപുരത്ത് SDPIയുടെ പേരിലുള്ള ഭൂമി എന്നിവയാണ് കണ്ടുകെട്ടിയത്. മൊത്തം 67.03 കോടി രൂപയുടെ സ്വത്തുക്കൾ, ആസ്തിയാണ് ഇതെന്ന് ഇ.ഡി. ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. ഇതാദ്യമായി SDPIയുടെ ഭൂമി ഇ.ഡി. കണ്ടുകെട്ടിയിരിക്കുന്നു. SDPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് എന്നാണ് ഇ.ഡി. എല്ലായ്പ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ SDPIക്കെതിരെ കാര്യക്ഷമമായ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട നിരവധി സംഘടനകളെ, ക്യാമ്പസ് ഫ്രണ്ട്, വിമൻസ് ഫ്രണ്ട് തുടങ്ങിയ നിരവധി പോഷക സംഘടനകൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം നിരോധിച്ചെങ്കിലും SDPIയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നില്ല. കാരണം SDPI തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളതാണ് കാരണം. നേരത്തെയും നമുക്കറിയാം ഈ ഗ്രീൻ വാലി അടക്കമുള്ളവർ കണ്ടുകെട്ടിയിരുന്നതാണ്. പക്ഷേ കോടതിയിൽ പോയി അവർ അത് ഇ.ഡിയുടെ നടപടി സ്റ്റേ വാങ്ങിക്കുകയും തിരിച്ച് അവിടെ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് തെളിവുകളോടൊപ്പം ഇ.ഡി. തെളിവുകൾ സമാഹരിച്ച ശേഷമാണ് ഇ.ഡി. ഇക്കുറി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇ.ഡി. നൽകുന്ന വിവരങ്ങൾ എന്താണെന്ന് കൂടി ഞാൻ പങ്കുവയ്ക്കാം. കായിക വിദ്യാഭ്യാസ പരിശീലന പരിപാടികളുടെ മറവിൽ തീവ്രവാദ പ്രവർത്തനം, അതുപോലെ തന്നെ അവിടെ ഈ ദേശദ്രോഹപരമായ ഗൂഢാലോചന, ഇതൊക്കെ നടന്നിരുന്നു എന്നാണ് ഇ.ഡി. പറയുന്നത്. എന്തായാലും വള്ളുവനാട് ഹൗസ്, മലബാർ ഹൗസ്, ഇവിടെയുള്ള കേന്ദ്രങ്ങളിൽ ഷെഡുകൾ നിർമ്മിച്ച് ചെറുപ്പക്കാർക്ക് ആയുധ പരിശീലനം നൽകി. ഈ ഷെഡുകൾ നിർമ്മിച്ച് അവിടെയാണ് ഈ വിദ്യാഭ്യാസ കായിക പരിശീലനത്തിൻ്റെ മറവിൽ ആയുധ പരിശീലനം നൽകിയത്. അതുപോലെ ഈ ഷെഡുകൾ ഇവയെല്ലാം നിർമ്മിച്ചത് വ്യാജ ഉടമകളുടെ പേരിലാണ് അത് രജിസ്റ്റർ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ തെളിവുകൾ ഇ.ഡി. കണ്ടെത്തി. അതുപോലെ ജിഹാദി അജണ്ട നടപ്പാക്കാനുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് കായിക പരിശീലനത്തിൻ്റെ മറവിൽ ഈ കേന്ദ്രങ്ങളിൽ നടന്നിരുന്നത്. ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിച്ച സിമി നിരോധിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്ന ചില ആൾക്കാരാണ് പോപ്പുലർ ഫ്രണ്ട്, ആദ്യം NDFും പിന്നീട് അതിനെ പോപ്പുലർ ഫ്രണ്ടുമാക്കി രൂപീകരിച്ചത് എന്നും ഇ.ഡി. പറയുന്നു. എന്തായാലും ഈ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഹവാല ഇടപാടുകളിലൂടെ ഇവർക്ക് പണം ലഭിച്ചിട്ടുണ്ട്. ആ പണം സ്വരൂപിച്ച പണത്തിൻ്റെ വിശദാംശങ്ങൾ ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെ, അതായത് ഏറ്റവും ഒടുവിൽ ഈ 67.03 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതുൾപ്പെടെ ആകെ 129 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിലടക്കം 131 കോടി രൂപയുടെ സ്വത്തുവകകൾ ഉണ്ട് എന്നാണ് ഇ.ഡി. പറയുന്നത്. ഈ SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സും പോപ്പുലർ ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയും തമ്മിൽ സാമ്പത്തികമായി ബന്ധിപ്പിക്കുന്ന ചില ട്രസ്റ്റുകളെ കണ്ടെത്തുകയും ആ ട്രസ്റ്റുകളെ നിരോധിക്കുകയും അവയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും അവയെ പറഞ്ഞതുപോലെ അവയുടെ സ്വത്തുക്കളും ഇ.ഡി. കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച അറസ്റ്റൊക്കെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ തന്നെ 106 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. കേരളത്തിലടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ നിന്ന് രാത്രിക്ക് രാത്രി അവരെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ SDPIയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസി ഉൾപ്പെടെ 28 പേർ അല്ലാതെ അറസ്റ്റിലായിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും ഇ.ഡി. പറയുന്ന മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് വലിയ തോതിൽ പണം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾ
അവരുടെ ബന്ധുക്കളിലേക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ചില ട്രസ്റ്റുകളിലേക്ക് സംഭാവനയായി നൽകിയിരിക്കുന്നത് സത്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണമാണ്. വലിയ തുകകൾ ഒരു വ്യക്തി സാധാരണ കൈമാറ്റം ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള ചില തുകകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഈ 10,000 ആകെ 13,000 അക്കൗണ്ടുകളിൽ നിന്നാണ് പണം വന്നിരിക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകളിലേക്ക്. ആ 13,000 പേരിൽ 10,000 പേര് മലയാളികളാണ്, അല്ലെങ്കിൽ 10,000-ലധികം പേർ മലയാളികളാണ് എന്ന് ED പറയുന്നു. നേരത്തെ NIAയും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഏതാണ്ട് ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് തോന്നുന്നു ഈ വർഷം ആദ്യം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഗൾഫിൽ നിന്ന് ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങിയ ബീഹാർ സ്വദേശിയായ പോപ്പുലർ ഫ്രണ്ടുകാരൻ ഡൽഹി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അറസ്റ്റിലായി. അയാൾക്ക് മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് വൻ തുകകൾ അയാൾ ഗൾഫിൽ നിന്ന് അയച്ചു. അയാളുടെ വ്യക്തിപരമായി അയാൾക്ക് ഉള്ള അക്കൗണ്ടിൽ നിന്ന് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക്, ട്രസ്റ്റുകളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട് 2 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കേസ് ആറി തണുത്തു, ഇതാരും പരിശോധിക്കില്ല എന്നൊക്കെയാണ് ഇയാൾ ധരിച്ചിരുന്നത്. പക്ഷേ അയാൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ, ഡൽഹി വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അയാളെ കസ്റ്റഡിയിലെടുക്കുകയും NIAക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അയാളെ പിന്നീട് റിമാൻഡ് ചെയ്തു. അപ്പോൾ മാത്രമല്ല, അന്നൊരു വിവരം പുറത്തു വന്നത്, ഈ കേരളത്തിൽ മലയാളികളായിട്ടുള്ള 10,000-ലധികം പേർ പോപ്പുലർ ഫ്രണ്ടിന് ഇതുപോലെ പണം അയച്ചവരുണ്ട്. അവർക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല. നാട്ടിലേക്ക് വന്നാൽ ഏത് വിമാനത്താവളത്തിൽ ഇറങ്ങിയാലും അവർ ഉടൻ അറസ്റ്റ് ചെയ്യപ്പെടും. കൃത്യമായ അവരുടെ പേര് വിവരങ്ങളും ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ വിവരങ്ങളും എല്ലാം എല്ലാ വിമാനത്താവളത്തിലും കൊടുത്തിരിക്കുകയാണ് ED, NIA ഒക്കെ. അതുകൊണ്ട് തന്നെ ഇവർ എവിടെ വന്ന് ഇറങ്ങിയാലും ഇവർ അറസ്റ്റിലാകും എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവർ നാട്ടിലേക്ക് വന്നിട്ട് വർഷങ്ങളായി, ഇവർക്ക് നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല. പകരം ഇവരുടെ ബന്ധുക്കൾ ഗൾഫിൽ പോയി, ഭാര്യ, മക്കള്, അതുപോലെ തന്നെ അച്ഛൻ, അമ്മ തുടങ്ങിയവർ ഗൾഫിലേക്ക് പോയി ഇവരെ കാണുകയാണ് എന്നും രഹസ്യാന്വേഷണ വിഭാഗം അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ കാര്യവും അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, പുറത്തുവിട്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ED വളരെ കർശനമായ നടപടി, ഇക്കുറി ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ EDയുടെ നടപടികളെ മറികടക്കാൻ പോപ്പുലർ ഫ്രണ്ടിനോ SDPIക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കോ അവരുടെ ട്രസ്റ്റുകൾക്കോ സാധിക്കില്ല എന്നാണ് ED പറയുന്നത്. കാരണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ കണ്ടുകെട്ടിയ ഈ സ്വത്തുക്കൾ മടക്കിക്കൊടുക്കേണ്ടി വരില്ലെന്നും ഇവരെ അടപടലം സമ്പൂർണമായിട്ടും പൂട്ടാൻ കഴിയുമെന്നുമാണ് ED ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വൈരജീവിതം, കേരളത്തിലെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്ന ഏത് നടപടി ആര് ചെയ്താലും അതിനെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. എന്തായാലും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഈ EDയുടെ നടപടികൾ മുന്നോട്ട് പോയിരിക്കുന്നു. ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന തലക്കെട്ട് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിൻ്റെ വാർത്തയാണ്. അങ്ങനെ 67.03 കോടി രൂപയുടെ സ്വത്തുവകകൾ കൂടി പോപ്പുലർ ഫ്രണ്ടിൻ്റേതായി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്വത്തുവകകൾ കൂടി ED കണ്ടുകെട്ടിയിരിക്കുകയാണ്.